പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, ജൂലൈ മാസം സാഹിത്യ കലാ രംഗങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. 3 തീയതി ജൂലൈ 3 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകാംഗങ്ങളിൽ പ്രമുഖനായിരുന്ന സഖാവ് കെ ദാമോദരന്റെ ഓർമ്മദിനമാണ്. ജൂലൈ മാസം 4 കേരളത്തെ കേരളമാക്കി മാറ്റുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഗണ്യമായ ഒരു വളർച്ച കൈവരിക്കുന്നതിന് അതുല്യമായ സംഭാവന ചെയ്ത കഥാപ്രസംഗ കലയുടെ കുലപതി വി സാംബശിവന്റെ ജന്മദിനമാണ്. ജൂലൈ മാസം 5 ആകട്ടെ മലയാള സാഹിത്യത്തിൽ എന്നും വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമയായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമാണ്. ഇനിയും നിരവധി ആളുകൾ ഈ ജൂലൈ മാസം ഓർമ്മ പുതുക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് കടന്നു വരുന്നുണ്ട്. ഇന്ന് ജൂലൈ 5 ബഷീറിന്റെ ദിനമാണെങ്കിലും ഇന്നലെ പറയണമെന്ന് കരുതി വെച്ച കാതികൻ വി സാംബശിവനെ കുറിക്കുന്ന ഒരു അനുസ്മരണ പ്രഭാഷണമാണ് വളരെ ഹ്രസ്വമായി ലളിതമായി അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. 1937 പി കൃഷ്ണപിള്ളയും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും കെ ദാമോദരനും എൻ സി ശേഖറും പി സുന്ദരയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെല്ല് 2 വർഷം കഴിയുമ്പോഴാണ് വിപുലമായൊരു സമ്മേളനത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപാന്തരപ്പെടുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ അതിന്റെ സെക്രട്ടറിയായി സഖാവ് പി കൃഷ്ണപിള്ളയെ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. അത് കഴിഞ്ഞാണ്, അത് 39-ലാണ്. അതും കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോഴാണ് കഥാപ്രസംഗ മണ്ഡലത്തിൽ ഒരു പുത്തൻ കാതികന്റെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ വരവ് വിളംബരം ചെയ്യുന്നത്. 1929 ജൂലൈ മാസം 4 വി സാംബശിവൻ ജനിച്ചത്. ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലവും തുടർന്നുള്ള ഏപ്രിൽ മാസം 23 വരെയുള്ള 96 ഏപ്രിൽ മാസം 23 വരെയുള്ള അദ്ദേഹത്തിന്റെ കലാജീവിതവുമെല്ലാം വളരെ ഗംഭീരമായി സുപ്രസിദ്ധ കാതികൻ ചിറക്കര സലിംകുമാർ സാംബശിവൻ കഥകളുടെ രാജശില്പി എന്ന പേരിൽ അവതരിപ്പിച്ചു വരുന്നുണ്ട്. സാംബശിവന്റെ കുട്ടിക്കാലം മുതൽ അറിയാനും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ ആ ചിറക്കര സലിംകുമാറിന്റെ കഥ കേൾക്കണം എന്ന് ഞാൻ ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് സാംബശിവന്റെ ഫൗണ്ടേഷൻ നിർമ്മിച്ച സാംബശിവന്റെ സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചവറ തെക്കും ഭാഗത്ത് ഗുഹാനന്ദപുരത്താണ്. LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ സഖാവ് എ കെ ബാലൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് സാംബശിവൻ ഫൗണ്ടേഷൻ സാംബശിവന്റെ ഒരു ഓർമ്മ മന്ദിരം പണിയാൻ വേണ്ടിയുള്ള സഹായം തേടിക്കൊണ്ട് ചെല്ലുന്നത്. സഹായം അനുവദിക്കുകയും ചെയ്തു. അപ്പം തന്നെ 50 ലക്ഷം രൂപയാണ് ആ മന്ദിരം പണിയാൻ വേണ്ടി സാംബശിവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി LDFന്റെ ഗവൺമെന്റ് നൽകാൻ വേണ്ടി തയ്യാറായത്. അത് ചവറ തെക്കും ഭാഗത്ത് ഗുഹാനന്ദപുരത്താണ്. അന്ന് പലരും സ്നേഹപൂർവ്വം ആ ഫൗണ്ടേഷന്റെ പ്രതീതി എന്ന നിലയ്ക്ക് എന്നോടും
അതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വസന്തകുമാർ സാംബശിവനോടൊക്കെ ചോദിച്ചു, ഈ സ്മാരകം ടൗണിൽ എവിടെയെങ്കിലും വരേണ്ടതല്ലേ? പക്ഷെ അന്നത് ഞങ്ങൾ കണ്ടത് ആ ചവറൻ തെക്കും ഭാഗം ഗുഹാനന്ദപുരം എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ആ പ്രദേശത്ത് തന്നെ ആ സ്മാരകം വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് നിർവഹിച്ചത്. ഞാൻ സാംബശിവന്റെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയായ സാംബശിവന് തുടർന്ന് കോളേജ് പഠനത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ പണമില്ല. പണം ഉണ്ടാക്കാൻ വേറെ മാർഗവുമില്ല. അങ്ങനെ പണം ഉണ്ടാക്കാൻ വേറെ മാർഗമില്ലാതായപ്പോഴാണ് 1949 ഓണം നാളുകളിൽ ചതയ ദിനത്ത് ആദ്യമായി സാംബശിവൻ കഥ പറയാൻ വേണ്ടി തയ്യാറായത്. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത കഥയാകട്ടെ ചങ്ങമ്പുഴയുടെ ദേവതയുമാണ്. കഥയെല്ലാം സെറ്റ് ചെയ്തു. ഒരു പെട്രോൾ മാക്സ് ലൈറ്റ് എല്ലാം വാങ്ങിച്ച് കെട്ടിത്തൂക്കിയിട്ടു. ഒരു ഉദ്ഘാടകനെ കണ്ടുവച്ചു. പക്ഷെ അദ്ദേഹം വന്നില്ല. പകരം അവിടുത്തെ സംസ്കൃത സ്കൂളിലെ അധ്യാപകനായിരുന്ന ശ്രീ നാണു ഉപാധ്യായാണ് ഉദ്ഘാടകനായി വളരെ പെട്ടെന്ന് തപ്പിയെടുത്തുകൊണ്ട് വന്നത്. നാണു ഉപാധ്യായ നന്നായി പ്രസംഗിച്ച് സാംബശിവന്റെ കഥാപ്രസംഗ കലാജീവിതം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഒരു ഉപദേശം മാത്രമേ കൊടുത്തുള്ളൂ സാംബശിവന്. പിൽക്കാലത്ത് ആ ഉപദേശം ശിരസ വഹിച്ചുകൊണ്ടാണ് സാംബശിവൻ 96 ഏപ്രിൽ 23 വരെ, അല്ലെങ്കിൽ കഥ പറഞ്ഞ അവസാനത്തെ ദിനം വരെ ജീവിച്ചു പോകുന്നത് എന്ന് വളരെ തെളിവാർന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഉപദേശം സാധാരണക്കാരന് മനസ്സിലാവുന്ന ശൈലിയിൽ കഥ പറയണമെന്നാണ്. അത് പ്രസംഗമായാലും കഥാപ്രസംഗമായാലും ഏത് കലയായാലും അത് സാധാരണക്കാരന് അനുഭവവേദ്യമാകണം. അല്ലെങ്കിൽ ആ കല ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഉദ്ഘാടകൻ അങ്ങനെ ഒരു ഉപദേശം സാംബശിവന് നൽകിയത്. അദ്ദേഹം അതനുസരിച്ച് തന്നെ ജീവിക്കാൻ വേണ്ടി, കഥ പറയാൻ വേണ്ടിയുള്ള പരിശ്രമവും നടത്തിയിരുന്നു. അന്ന് സാംബശിവൻ ആ പെട്രോമാക്സ് ലൈറ്റിന്റെ മുന്നിൽ, മൈക്ക് സെറ്റ് ഒന്നുമില്ല, വേറെ സൗണ്ട് സിസ്റ്റം ഒന്നുമില്ല, ആ പെട്രോമാക്സ് ലൈറ്റിന്റെ മുന്നിൽ വന്ന് നിന്ന് ആമുഖമായി പറഞ്ഞൊരു വാക്യം സാംബശിവൻ ഐഷ പോലുള്ള കഥകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോരുമായിരുന്നു. പുതുതായി കഥ പറയാൻ ചെല്ലുന്ന വേദികളെല്ലാം അദ്ദേഹം അത് അനുസ്മരിക്കുമായിരുന്നു. സാംബശിവൻ എന്ന് പറഞ്ഞത്, കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്ക് കലശലായ മോഹം, പക്ഷേ പണമില്ല. ഞാനൊരു കഥ പറയാം, പകരം പണം തന്ന് എന്നെ സഹായിക്കണം. സാംബശിവന്റെ ആ അഭ്യർത്ഥന ഗുഹാനന്ദപുരത്തെ ജനങ്ങളും തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ ആ പരിസരങ്ങളിലെ കലാസ്നേഹികളെല്ലാം ഏറ്റെടുക്കുകയാണ്. നിരവധി വേദികളിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ സാംബശിവന് കഥ പറയേണ്ടി വന്നു. അവിടെ നിന്നെല്ലാം സാംബശിവൻ ആവശ്യപ്പെട്ടതുപോലെ പണവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പഠിക്കുമ്പോൾ തന്നെ സാംബശിവൻ നിരവധി പുതിയ കഥകൾ ആവിഷ്കരിക്കുന്നു. ആ കഥകളെല്ലാം സമീപ പ്രദേശങ്ങളിലെല്ലാം പറയുന്നു. അന്ന് സാംബശിവൻ തിരഞ്ഞെടുത്ത ഒരു കഥയാണ് വള്ളത്തോളിന്റെ കൊച്ചു സീത. എത്രയോ കാലം വീണ്ടും സാംബശിവൻ അത് പറഞ്ഞതാ. മഗ്ദലന മറിയം മലയാളത്തിന്റെ മണ്ണിന്റെ ചുവയുള്ള കഥകൾ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ സാംബശിവൻ കഥ പറയാൻ വേണ്ടി തയ്യാറായത്. വാഴക്കുല, ചങ്ങമ്പുഴയുടെ വാഴക്കുല പറഞ്ഞില്ലേ? ചാത്തമ്പുലേന്റെ കഥ ആർക്കാ അറിയാത്തത്? തമ്പ്രാന്റെ കാര്യസ്ഥൻ വന്ന് കൊല മുറിഞ്ഞു പോകുമ്പോ നിലവിളിക്കുന്ന ചാത്തനും ആ വാഴക്കൊല വെട്ടിമുറിച്ചു വെച്ച് പഠിപ്പിച്ച് തിന്നാമെന്ന് കൊതി നോറ്റിരുന്ന ചാത്തമ്പുലേന്റെ മക്കളും
അതെല്ലാം ഇന്ന് ഹൃദയസ്പർശിയായി സാംബശിവൻ അവതരിപ്പിക്കുകയാണ്. കുടിയടപ്പുകാരന്റെ വേദനയും നീറ്റലും അതെല്ലാം ഈ കഥയിലൂടെ സാംബശിവൻ കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. രണ്ടാമതൊരു കൊല കുടിയടപ്പുകാരന്റെ കുടിലിന്റെ മുറ്റത്ത് വന്ന് വെട്ടിയെടുക്കാൻ വേണ്ടി കാര്യസ്ഥൻ വെട്ടുകത്തി വാങ്ങുമ്പോൾ തൊട്ടുപോകരുത്, അത് എന്റെ വകയാണ് എന്ന് പറയാൻ കേരളത്തിലെ കുടിയടപ്പുകാരനെ പ്രാപ്തരാക്കി മാറ്റിയതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ സാംബശിവന്റെ വാഴക്കുല എന്ന് പറയുന്ന കഥ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ഇപ്പോഴും സാംബശിവന് ശേഷം സാംബശിവന്റെ മകൻ വസന്തകുമാർ സാംബശിവൻ ഈ ആഴ്ച എവിടെ പറഞ്ഞത് ഞാൻ കണ്ടു. വയലാറിന്റെ ആയിഷ പറയുകയല്ലേ, എത്ര വർഷമായി? വയലാർ എന്ന് പറയുന്ന മലയാളത്തിന്റെ കവിയെ എത്ര പേർക്കറിയാം? വയലാർ എന്ന് പറയുന്ന കവി സിനിമാ പാട്ടുകാരനെ നമ്മൾ കുറച്ചുപേരൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. എങ്കിലും വയലാർ രാമവർമ്മയെ സംബന്ധിച്ച് കേരളത്തിലെ മലയാളികളെല്ലാം അന്ന് റേഡിയോ ഒന്നും ഇല്ലല്ലോ, ഇതുപോലെ സിനിമാ പാട്ട് കേൾക്കാൻ വേണ്ടിയുള്ള സംവിധാനമില്ലല്ലോ. അതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ സാധാരണക്കാരെ എങ്ങനെയാണ് വയലാറെ പറ്റി തിരിച്ചറിയുക? ആ കാലഘട്ടത്തിലാണ് ശ്രീ സാംബശിവൻ, സഖാവ് സാംബശിവൻ വയലാറിന്റെ ആയിഷ എന്ന് പറയുന്ന കഥ പറയുന്നത്. എന്റെയൊക്കെ തലമുറ കുട്ടിക്കാലം മുതൽ വായിച്ച് ശീലിച്ചു വന്നവരാ. സ്കൂൾ ക്ലാസ്സുകളിൽ 1955-60കളിൽ ഡിറ്റക്റ്റീവ് നോവലുകളും അതുപോലെ പേര് കേട്ട നോവലുകളും മറ്റുമൊക്കെയാണ് വായിച്ചു പോകുന്നത്. കവിതയൊന്നും വായിക്കുന്നൊരു ശീലമേ ഇല്ല. സാംബശിവന്റെ ആയിഷ കേട്ടു തുടങ്ങിയതിന് ശേഷമാണ് അന്ന് പാട്ടുപുസ്തകം പോലെ വയലാറിന്റെ ആയിഷയെല്ലാം 10 പൈസയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. വയലാറിന്റെ ആയിഷയെല്ലാം തപ്പിയെടുത്ത് വായിച്ചു പഠിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തിയത്. കൈകളിൽ പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ മണമുള്ള ചുരുളൻ മുടിക്കെട്ടും. ഈ വിദ്യാർത്ഥി ജീവിതം മുതൽ സംഘടനാ പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ ആ ഖണ്ഡകാവ്യം വായിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് സാംബശിവനല്ലാതെ മറ്റാരെങ്കിലും ആണോ? ആ ആയിഷയെ നമുക്കെല്ലാവർക്കും അറിയില്ലായിരുന്നോ? വള്ളത്തിൽ ആ കഥയിലെ സാംബശിവന്റെ മുന്നിൽ വരുന്ന ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ വർണ്ണിച്ചിട്ട് സാംബശിവൻ മലയാളികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മറക്കുമോ നിങ്ങൾ എൻ്റെ ആയിഷയെ, നിങ്ങൾ ഈ ആയിഷയെ? അന്ന് മലയാളികൾ ഒന്നടങ്കം പറഞ്ഞ മറുപടി മറക്കില്ല ഞങ്ങൾ ഈ ആയിഷയെ എന്നാണ്. അങ്ങനെ മലയാളിയിൽ ഒരിക്കലും മറക്കാത്തൊരു ആയിഷയെ മലയാളം മണ്ണിന് സംഭാവന ചെയ്തത് തീർച്ചയായും വി സാംബശിവനാണ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം റാണി പറഞ്ഞില്ലേ, തിരുനെല്ലൂരിന്റെ റാണി. എന്ത് ചെറിയ ഖണ്ഡകാവ്യമാണ്. ആ റാണിയുടെയും റാണിയുടെ കാമുകന്റെയും പ്രണയവും അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കഥയും, സ്വന്തമായി തിരി മണ്ണ് വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി കൊണ്ടുപോവില്ലയോ മാനമായി നിന്നെ ഞാൻ താലിയും മാലയും ചാർത്തി എന്നാണ്. റാണി എന്ന് പറയുന്ന കാമുകനോട് നീ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോ എന്ന് പറയുമ്പോൾ ആ തൊഴിലാളി വർഗത്തിന്റെ സദാചാരം ഉയർത്തിപ്പിടിക്കുന്ന ആ വള്ളമൂന്നുകാരൻ തൊഴിലാളി റാണിയോട് പറയുന്നതാണ്, എന്താ, മാന്യമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലിയും മാലയും ചാർത്തി. എപ്പോ? സ്വന്തമായി ഇത്തിരി മണ്ണ് വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി എന്നാണ്. അന്ന് കേരളത്തിലെ തൊഴിലാളികളുടെ അധ്വാനിക്കുന്ന വർഗത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് 2 സെന്റ് ഭൂമിയും അതിലൊരു കൊച്ചു കുടിലുമായിരുന്നു. ആ 2 സെന്റ് ഭൂമിയും കൊച്ചു കുടിലും ഉണ്ടാക്കിയതിന് ശേഷം നാട്ടുകാരെ വിളിച്ചു ചേർത്ത് അവരുടെ മുന്നിൽ വെച്ച് താലി കെട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും എന്നാണ് റാണിയോട് ആ കാമുകൻ അന്ന് പറഞ്ഞത്. എന്തു മനോഹരമായി
സാംബശിവൻ തിരുനെല്ലൂരിന്റെ റാണി എന്ന് പറയുന്ന കവിത നമ്മുടെ കേരളത്തിലെമ്പാടും അവതരിപ്പിച്ചു പോകുന്നില്ലേ? പിന്നെ സാംബശിവൻ പോകുന്നത് എസ് കെ പൊറ്റക്കാടിന്റെ അടുത്തേക്കാണ്. എസ് കെ പൊറ്റക്കാടിന്റെ പ്രേമശില്പി അവതരിപ്പിക്കുന്നു, പുള്ളിമാൻ അവതരിപ്പിക്കുന്നു. ഒരു കാലത്ത് ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ തുള്ളിക്കളിച്ചിരുന്ന വരികളാണ് പുള്ളിമാനിലൂടെ ഉള്ളത്. വള്ളിക്കൂടിയിലെ പുള്ളിമാനെ എന്ന് പറയുന്ന എത്രയെത്ര പാട്ടുകൾ. ഏറെ ചമഞ്ഞു നീ ആർക്കു വേണ്ടി, ആ ടീച്ചറെ പറ്റി വർണ്ണിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള മനോഹരമായ മലയാളത്തിന്റെ ഖണ്ഡകാവ്യങ്ങളും കഥകളും എടുത്തുകൊണ്ട് മലയാളിയുടെ ഇടയിൽ നിറഞ്ഞു നിന്ന ഒരു കാതികനായിരുന്നു വി സാംബശിവൻ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. 1951-52 ആകുമ്പോഴേക്കും നാടക സംഘം KPS വരികയാണ്. അതിന്റെ പ്രവർത്തകനായിരുന്നു സാംബശിവൻ. ആ KPS എന്ന് പറയുന്ന നാടക സംഘവും സാംബശിവൻ മാത്രമല്ല, കടാമംഗലം സദാനന്ദനുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ സാംബശിവന്റെ സമകാലീനനായി. ഇങ്ങനെ ഈ കാതികന്മാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് നൽകിയ സംഭാവന എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. ഇന്ന് ഈ അനുസ്മരണ പ്രഭാഷണം ഞാൻ നടത്തുമ്പോൾ എനിക്ക് തന്നെ ആശങ്കയുള്ളത്, ഇതൊക്കെ എത്ര ആളുകളാ കേൾക്കുന്നത്? ഒരുപക്ഷെ എന്റെ തലമുറ, ഇപ്പൊ 70s-ലെത്തിയിരിക്കുന്ന 70-കളിലെത്തിയിരിക്കുന്ന എന്റെ തലമുറ, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള തലമുറ, അല്ലെങ്കിൽ ഇതിന്റെ മുന്നിലുള്ള തലമുറ, അവരല്ലാതെ ഇന്നത്തെ പുതിയ തലമുറ, ജെൻസി തലമുറയെന്നും ഈ കഥയെ കേൾക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു അനുഭവം എന്താന്ന് വെച്ചാൽ, ലൈബ്രറി പ്രവർത്തകൻ എന്ന നിലയിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന സർഗോത്സവം, സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുന്ന യുവജനോത്സവം, ഈ യുവജനോത്സവത്തിലെല്ലാം സർഗോത്സവത്തിലെല്ലാം കഥാപ്രസംഗം എന്നത് ഒരു മത്സര ഇനമാണ്. ആ കഥാപ്രസംഗം എന്ന് പറയുന്ന മത്സര ഇനത്തിൽ പങ്കെടുക്കാൻ നിരവധി വിദ്യാർത്ഥികൾ, കുട്ടികൾ കഥകൾ പഠിച്ച് രംഗത്ത് വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഈ കലയെ സ്നേഹിക്കുന്ന എന്നെ പോലുള്ള ആളുകളുടെ മനസ്സിൽ ആശയുടെ, പ്രതീക്ഷയുടെ കിരണങ്ങൾ ഇങ്ങനെ പൊന്തി വരാറുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വരുന്നില്ല. എന്തുകൊണ്ട് ഈ കഥ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വരുന്നില്ല എന്ന് ചോദിച്ചാൽ, എന്റെ കാതിക സുഹൃത്തുക്കൾ പിണങ്ങിയാലും എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പുതിയ കാതികന്മാർ കഥ സ്വന്തമായി പഠിക്കുന്നില്ല. അതിനുവേണ്ടിയുള്ള വായന വേണ്ടേ? അതിനുവേണ്ടിയുള്ള ലിറ്ററേച്ചർ, സാഹിത്യം വേണ്ടേ? അതൊന്നുമില്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടും ആരെങ്കിലും കുറിച്ചു കൊടുക്കുന്നതും വെച്ച് കാണാതെ പഠിച്ചു വന്ന് കഥ പറഞ്ഞാൽ അതിന് ജീവനുണ്ടാവില്ല. സാംബശിവൻ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ 52 53 കഥ, ആ കഥകളെല്ലാം തയ്യാറാക്കിയത് അദ്ദേഹം തന്നെ. കഥ തയ്യാറാക്കുന്നത്, കഥയ്ക്കിടയിലെ കവിതകൾ എഴുതുന്നത്, അതിന് സംഗീതം കൊടുക്കുന്നത് 74 വിലയ്ക്ക് വാങ്ങാമെന്ന് പറയുന്ന കഥ പറയുമ്പോഴാണ് വെൺമണി വിജയകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു ഹാർമോണിസ്റ്റായി വരുന്നത്. ആ വിലയ്ക്ക് വാങ്ങാമെന്ന കഥയിലെ സംഗീതം കുറെ വെൺമണി വിജയകുമാർ ചെയ്തതാണ്. ബാക്കി കഥകളിലെ സംഗീതമെല്ലാം സാംബശിവൻ തന്നെയാണ് ചെയ്തത്. ഒരു ബഹുമുഖ പ്രതിഭയല്ലായിരുന്നു. അത് അവതരിപ്പിക്കുകയാണ്, ആടുന്നു, പാടുന്നു, അഭിനയിക്കുന്നു. അത്രമാത്രം കഴിവും ശേഷിയുമുള്ള ആളുകൾ. സാഹിത്യമൊക്കെ നന്നായി പറയാൻ കഴിയുന്ന ഒരാളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന വി ഹർഷകുമാർ. അദ്ദേഹം നന്നായി പറയുന്നുണ്ട്. അങ്ങനെ 2-3 ആളുകളുടെ പേര് കഴിഞ്ഞാൽ, അങ്ങനെ തനതായി വായിച്ച് പഠിച്ച് കഥകൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ കഴിയുന്ന കാതികന്മാരുടെ എണ്ണം വളരെ വിരളമാണ്, കുറവാണ്. ആരെയും ചെറുതാക്കി ഞാൻ പറയുകയല്ല, എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും പറയുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയും കൂടി വന്നപ്പോൾ ഇതങ്ങ് ഇല്ലാതായി പോവുകയില്ലേ? പക്ഷേ സാംബശിവൻ മലയാള തനിമയുള്ള ഇത്തരം കഥകൾ പറഞ്ഞ് കേരളത്തിന്റെ വേദിയെ മുഴുവൻ കൈയടക്കി.
അങ്ങനെ ഒരു സാഹചര്യം വളർന്നു വന്നപ്പോഴാണ് 1963 ഒരു വഴിത്തിരിവെന്ന നിലയ്ക്ക് അദ്ദേഹം മറ്റ് ഭാഷകളിൽ നിന്നുള്ള കൃതികൾ തിരഞ്ഞെടുക്കാനും കഥകൾ അവതരിപ്പിക്കുവാനും വേണ്ടി തയ്യാറായത്. അതിന് തുടക്കം കുറിച്ചത് 1963 കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന കഥയാണ്. തമശക്തി എന്തൊരവതരണമായിരുന്നു! ഇന്നും ആ കവിതയിലെ അല്ലെങ്കിൽ ആ കഥാപ്രസംഗത്തിന്റെ ഈരടികൾ ചൊല്ലാത്ത ആരെങ്കിലും മലയാളത്തിലുണ്ടോ? ഞങ്ങളുടെ തലമുറയിൽ സമശക്തി, പവർ ഓഫ് ഡാർക്ക്നെസ്, അതിലെ കഥാപാത്രം, കേന്ദ്ര കഥാപാത്രം അനീസിയ എന്ന പേരിലാണ് ആ കഥ അവതരിപ്പിച്ചത്. ഇന്നത്തെ ഭാഷയിൽ അനീസിയ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ആ നെഗറ്റീവ് ക്യാരക്ടറിന്റെ കഥാപാത്രത്തിന്റെ പേര് കഥയ്ക്ക് നൽകിക്കൊണ്ട് ഒരുപക്ഷെ ഏറ്റവും നന്നായി ഏറ്റവും കൂടുതൽ വേദികളിൽ പറഞ്ഞൊരു കഥ, അമ്പലപ്പറമ്പുകളിലടക്കം പറഞ്ഞൊരു കഥ അനീസിയാണ്. എത്രയോ വർഷങ്ങൾ, 63 കഴിഞ്ഞ് 96 വരെ സാംബശിവൻ ആ കഥ പറഞ്ഞില്ലേ. ഇതൊന്നും ഒരിക്കലും മലയാളിക്ക് മറക്കാൻ കഴിയുന്നതില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനീസിയ അതൊരു പുത്തൻ അനുഭവമായിരുന്നു. അത് കഴിയുമ്പോഴോ അനീസിയ പറഞ്ഞ കാലമെന്ന് ഓർക്കണം, 1963. അന്ന് കേരളത്തിൽ ഇത്രമാത്രം സാക്ഷരതയൊന്നുമില്ല. വിദ്യാഭ്യാസം ഇത്രമാത്രം പ്രചാരമായി മുന്നോട്ട് നീങ്ങിയിട്ടില്ല. പത്രപാരായണം തന്നെ ഗ്രന്ഥശാലകളിൽ പോയി ഏതെങ്കിലും പത്രങ്ങൾ വായിക്കുന്നതല്ലാതെ വേറെ വായനയില്ല. കുറെ പുസ്തകങ്ങൾ വായനശാലയിൽ നിന്നെടുത്ത് വായിക്കുന്നു. അപ്പൊ വിദ്യ കൊണ്ട് പ്രബുദ്ധരായാത്തൊരു സമൂഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് 1963 സാംബശിവൻ ലിയോ ടോൾസ്റ്റോയുടെ പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന കഥയെ അവതരിപ്പിച്ച് ആളുകളുടെ മനസ്സിൽ കീഴടക്കുന്നത്. അവർക്ക് അനീസിയൊക്കെ കാണാപാഠമായി മാറിയില്ലേ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് അതിലൊരു തഞ്ചം കിട്ടി, ഒരു ബലം കിട്ടി. മറ്റ് ഭാഷകളിൽ നിന്ന് കഥയെടുത്തുകൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു തന്റെ ഇടം അതിലൂടെയാണ് സാംബശിവന് കിട്ടിയത്. തുടർന്നാണ് അദ്ദേഹം ഒഥല്ലോ പറഞ്ഞു. അടുത്ത വർഷമാണ് ഒഥല്ലോ പറയുന്നത്, 1964 ഒഥല്ലോ, ഷേക്സ്പിയറുടെ ഒഥല്ലോ. ഷേക്സ്പിയറുടെ 400-ാം വർഷത്തിലാണ് ഒഥല്ലോ എന്ന് പറയുന്ന കഥ സാംബശിവൻ പറയുന്നത്. അന്നത്തെ ഞാൻ 72-75 ഗ്രാജുവേഷന് പഠിക്കുന്നത്. അങ്ങനെ ഗ്രാജുവേഷന് BA-ക്കും BSc-ക്കും പഠിക്കുന്ന ആളുകൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരു നാടകം, ഷേക്സ്പിയറിന്റെ ഏതെങ്കിലും ഒരു നാടകം പഠിച്ചിട്ടുണ്ടാകണം. ഞാൻ പഠിച്ചത് 12th നൈറ്റാണ്. മറ്റു ചില ആളുകൾ ഒഥല്ലോ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിക്കുന്ന ആളുകൾക്ക് ഷേക്സ്പിയറിന്റെ കൃതികളെല്ലാം പഠിക്കേണ്ടതായി വരും. സരസനല്ലാത്ത, നന്നായി പഠിപ്പിക്കാൻ കഴിയാത്ത ഏതെങ്കിലും അധ്യാപകൻ വന്നിരുന്നത് പറഞ്ഞാൽ പിള്ളേർ ക്ലാസ് കട്ട് ചെയ്ത് പോവില്ലേ? അവർക്ക് കഴിയാത്ത കാര്യമാണ് സാംബശിവൻ ഉത്സവപ്പറമ്പുകളിൽ എഴുത്തും വായനയും പോലും അറിയാത്ത മുത്തശ്ശിമാരോടും കാരണവന്മാരോടും പറഞ്ഞു ഫലിപ്പിച്ചത്. ഒഥല്ലോ അറിയാം, യാഗെ അറിയാം, റൊഡറിഗോയെ അറിയാം, എല്ലാ കഥാപാത്രങ്ങളും അറിഞ്ഞൂടെ? ഒഥല്ലോയും ഡെസ്ഡിമോണ്ടയും കൂടെ നടന്നു പോകുമ്പോൾ സാംബശിവന്റെ ശൈലി കറുത്ത വാവും വെളുത്ത വാവും പോകുന്നു നോക്കടാന്നാണ്. കരിക്കട്ടയായിരിക്കുന്ന ഒഥല്ലോയും വെളുത്ത് സുന്ദരിയായിരിക്കുന്ന ഡെസ്ഡിമോണ്ടും കൂടെ നടന്നു പോകുമ്പോൾ സാംബശിവന്റെ ഉപമയാണ്, കറുത്ത വാവും വെളുത്ത വാവും കൂടെ നടന്നു പോകുന്നു. ഇത് കേട്ടാൽ ആരാ മറക്കുന്നേ? ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ളതല്ലേ? ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, സർവകലാശാലാ തലത്തിൽ BA-ക്കും MA-ക്കും പഠിക്കുന്ന അന്നത്തെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫസർമാര് പകർന്നു കൊടുത്ത ക്ലാസ്സിലൂടെ കിട്ടാത്ത ഷേക്സ്പിയറെ പറ്റിയുള്ള വിജ്ഞാനം, അദ്ദേഹത്തിന്റെ നാടകങ്ങളെ പറ്റിയുള്ള വിജ്ഞാനം സാംബശിവൻ ഉത്സവപ്പറമ്പിലൂടെ പകർന്നു കൊടുക്കുകയാണ്. റോമിയോ ആൻഡ് ജൂലിയറ്റ് പറഞ്ഞില്ലേ? അതിലേക്ക് ഈരടി എന്ന് പറഞ്ഞാൽ എന്ത് മനോഹരമാണ്.
റോമിയും ജൂലിയറ്റും രാത്രിയുള്ള സമാഗമത്തിൽ പാടുന്നതും പരസ്പരം പറയുന്നതുമായ പാട്ടുകൾ. പാടാൻ വേണ്ടിയുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം ഒരു സാഹസത്തിലേക്ക് കടക്കുന്നില്ല. അതെല്ലാം ചെയ്തില്ലേ. പിന്നെ കുറെ കഴിയുമ്പോഴാണ് സാംബശിവൻ മറ്റ് ഗൗരവതരമായ കൃതികളിലേക്ക് പോകുന്നു. ബിമൽ മിത്ര നമുക്കറിയായിരുന്നു. ബിമൽ മിത്ര എന്ന് പറയുന്ന ബംഗാളി സാഹിത്യകാരനെ എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അന്ന് മലയാളത്തിൽ വിലയ്ക്കുവാമ എന്ന് പറയുന്ന നോവൽ അച്ചടിച്ചു വന്നിട്ടുണ്ടോ എന്ന് അറിയാറ്. ഇപ്പൊ എൻ്റെ ആ പുസ്തകമുണ്ട്, ഞാൻ ഇനിയിപ്പോൾ എടുത്ത് നോക്കണം. ഇതുവരെ സത്യം പറഞ്ഞാൽ നോക്കില്ല. എൻ്റെ ഫസ്റ്റ് പബ്ലിഷ്ഡ് എന്ന് മലയാളത്തിൽ വിലയ്ക്ക് വാങ്ങാം എന്ന് പറയുന്ന പുസ്തകം തർജിമ ചെയ്ത് മലയാളത്തിൽ എന്നാണ് ഇറക്കിയതെന്ന് ഇന്ന് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നോക്കാം. അന്നും ബിമൽ മിത്രയെന്ന് നമുക്ക് പരിചിതരേയല്ല. 74 സാംബശിവൻ ബിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാമെന്ന് പറയുന്ന കൃതി അവതരിപ്പിക്കുന്നത്. രജത ജൂബിലി കഥ, അതൊരു ക്ലാസിക്കല്ലായിരുന്നോ? അതിൽ സാംബശിവന്റെ അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചാട്ടുളി പോലെ സാംബശിവൻ പ്രയോഗിക്കുന്ന ചില ശകലങ്ങളുണ്ട്. ആളുകൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പുന്ന ശകലങ്ങൾ, രാഷ്ട്രീയമായ ആക്രമണങ്ങൾ, അതെല്ലാം സാംബശിവൻ 74 പറഞ്ഞ വിലയ്ക്ക് വാങ്ങാമെന്ന് പറയുന്ന കൃതിയിലൂടെ നിർവഹിച്ചതല്ലേ. അതിന്റെ മൂലകൃതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500-2000 പേജ് വരും. ആ കൃതിയെയാണ് കഥയായി അവതരിപ്പിച്ച് മനോഹരമായ ഈരടികൾ തുന്നിച്ചേർത്ത് സാംബശിവൻ അതിമനോഹരമായൊരു കാവ്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതിനെ തുടർന്നാണ് 75 അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് ബിമൽ മിത്രയുടെ 20ാം നൂറ്റാണ്ട് പറഞ്ഞു തുടങ്ങിയത്. അല്ലെ ശിവപ്രസാദ് ഗുപ്ത ബിമൽ മിത്ര ആരെയാണ് കണ്ടത്, ഏത് രാഷ്ട്രീയക്കാരനെയാണ് കണ്ടത്, ഏത് അങ്ങനെ പറയാലോ കോൺഗ്രസ് പാർട്ടി നേതാവിനെയാണ് കണ്ടത് എന്നെനിക്കറിയില്ല. അല്ലെ ശിവപ്രസാദ് ഗുപ്ത എന്ന് പറഞ്ഞാൽ നിരവധി നിഗൂഢങ്ങളുടെ രഹസ്യമാണ് എന്ന് സാംബശിവൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാവുമ്പോൾ നിങ്ങളൊരു മന്ത്രിയാകണം എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ശിവപ്രസാദിനോട് ആവശ്യപ്പെടുക. അന്ന് ശിവപ്രസാദ് ഗുപ്ത പറയുന്ന എന്താ, നോ ഐ വിൽ ബി എ പൊളിറ്റിക്കൽ സഫറർ എന്നാണ്. ഞാനൊരു രാഷ്ട്രീയ യാതനക്കാരനായി ഇവിടെ കഴിഞ്ഞുകൊള്ളാം. എന്നിട്ട് ചെയ്തത് മുഴുവൻ കള്ള ഭൂമി കച്ചവടം. സാംബശിവന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിയന്തരാവസ്ഥ പോലീസ് സാംബശിവനെ അറസ്റ്റ് ചെയ്തില്ലേ. 10 മാസമല്ലേ പൂജപ്പര സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ടത്. മറ്റേത് കലാകാരനാ അങ്ങനെ ഒരു ദുസ്ഥിതി ഉണ്ടായത്? ആ ജയിൽവാസത്തിന്റെ ഇടയ്ക്കാണ് തുടർന്ന് പറയുന്ന റെയിൻബോ എന്ന് പറയുന്ന കഥ സാംബശിവൻ പരിചയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലൊരു പ്രഭാഷണം നടത്തിയപ്പോഴും പറഞ്ഞു, എന്താണ് ഫാസിസം എന്ന് ജോർജി ദിമിത്രോവിന്റെ ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന നോവൽ എന്ന പ്രമേയം വായിക്കണ്ട. എന്താണ് ഫാസിസം എന്നത് ഉംബർട്ടോ എക്കോയുടെ പ്രമേയം വായിക്കണ്ട. ഫാസിസം മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്ന ക്രൂരത എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ സാംബശിവൻ പറഞ്ഞ റെയിൻബോ മാത്രം കേട്ടാൽ മതി. എന്ത് പൈശാചികമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടെത്താനും അവനെ വകവരുത്തുവാനും അവനെ നശിപ്പിക്കുവാനും ഫാസിസ്റ്റ് ശക്തികൾ കമ്മ്യൂണിസ്റ്റുകാരികളുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പുറത്ത് പ്രയോഗിക്കുന്ന പൈശാചികമായ കടന്നാക്രമണം, അതാണ് റെയിൻബോയിലൂടെ സാംബശിവൻ അന്ന് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇതെല്ലാം യൂട്യൂബിലുണ്ട്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കേൾക്കുന്ന ആളുകൾ യൂട്യൂബിൽ കയറി കഥാപ്രസംഗിൻ മലയാളം വി സാംബശിവൻ എന്ന് അടിച്ചു കൊടുത്താൽ ഇതെല്ലാം ഓരോന്നായി വരും. 2000-3000 പേജുകളുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിന് വരെ ഇത് കേട്ടാൽ മതി. നമ്മുടെ മനസ്സിനൊരു സന്തോഷം, ഓജസ്. നിരവധി വേൾഡ് ക്ലാസിക്കുകൾ വായിക്കുന്നതിന് തത്തുല്യമായ അനുഭവം.
അതൊക്കെ സാംബശിവൻ നമുക്ക് പകർന്നു നൽകിയതാണ്. പിന്നെയും സാംബശിവൻ പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് പറഞ്ഞു, ടോൾസ്റ്റോയുടെ തന്നെ എത്രയെത്ര കഥകളാണ് പറഞ്ഞ ഞാൻ. അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. നല്ല ഭൂമി പറഞ്ഞു. ഹേന എന്നാണ് ആ പെണ്ണിന്റെ നാമം. അത് സാംബശിവൻ പറഞ്ഞതാ, ഹേന. കുമാരനാശാനെ പറ്റി പഠിക്കാൻ, നാരായണ ഗുരുദേവനെ പറ്റി പഠിക്കാൻ എത്രയെല്ലാം പുസ്തകങ്ങളാണ്. ഞാൻ നവോത്ഥാനത്തെ പറ്റി 3 പുസ്തകം എഴുതി. ശ്രീനാരായണ ഗുരുദേവനെ പറ്റി എഴുതിയിട്ടുണ്ട്. SNDPയുടെ പ്രഥമ സെക്രട്ടറി എന്ന നിലയ്ക്ക്, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാവെന്ന നിലയ്ക്ക് കുമാരനാശാനെ പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു മൂലയിൽ മാറ്റിവെച്ചിട്ട് സാംബശിവൻ പറഞ്ഞ നാരായണ ഗുരുവും കുമാരനാശാനും കേട്ടാൽ നവോത്ഥാന രംഗത്ത് ഈ രണ്ടാളുകൾ നടത്തിയ സംഭാവന എന്താന്ന് 2 മണിക്കൂർ, അതെല്ലാം സ്റ്റുഡിയോയിൽ പറഞ്ഞതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നാരായണ ഗുരുവും കുമാരനാശാനും. നല്ല ഭൂമി പറഞ്ഞില്ലേ? AP കളക്കാട് അധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു നോവലിസ്റ്റാണ് മലയാളത്തിൽ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായൊരു നോവലാണെന്ന് സംക്രാന്തി. കുട്ടനാട് പ്രദേശങ്ങളുടെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം, ആ മുന്നേറ്റത്തിന്റെ കഥയാണ് സംക്രാന്തി എന്ന പേരിൽ സാംബശിവൻ അവതരിപ്പിച്ചത്. AP കളക്കാടിന്റെ നോവൽ. അതിലെ ഗാനങ്ങളെല്ലാം എത്ര മധുരതരമാണ്, എത്ര ഗംഭീരമായിരുന്നു. കർഷക തൊഴിലാളി സമ്മേളനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങളിലും സാംബശിവൻ അതെല്ലാം ഏറെ സ്റ്റേജുകളിൽ അവതരിപ്പിച്ചതാണ് സംക്രാന്തി എന്ന് പറയുന്ന നോവൽ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്തവ മതത്തിന്റെ തൊലി ഉരിച്ച് കാണിക്കുന്ന, അവരുടെ തൂവള്ള വസ്ത്രത്തിന്റെ മുഖംമൂടി വലിച്ചു കീറുന്ന, മതത്തിനെതിരായി ഏറ്റവും വലിയ കടന്നാക്രമണം നടത്തുന്ന ഒരു നാടകമായിരുന്നു ഇബ്സന്റെ ഗോസ്റ്റ്. സാംബശിവൻ അത് അവതരിപ്പിച്ചു, ഇബ്സന്റെ ഗോസ്റ്റ്. കേൾക്കേണ്ട കഥയാണത്. ക്ലിയോപാട്ര അവതരിപ്പിച്ചു. ഈ മലയാള ലോക സാഹിത്യ രംഗത്ത് ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്തെല്ലാം കാര്യങ്ങളാണോ വായിക്കേണ്ടുന്നത്, പഠിക്കേണ്ടുന്നത്, അതിന് വേണ്ടുന്ന 60-70% വരുന്ന കൃതികൾ സാംബശിവൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സർവകലാശാല തലത്തിലെ പ്രൊഫസർ എന്ന് പറഞ്ഞ പോരാ, അതിനും അപ്പുറത്ത് എന്തെങ്കിലും പേരിട്ട് സാംബശിവനെ വിളിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വിളിക്കാം. അത്തരത്തിൽ ജനീയ കലയിലൂടെ ഇത്തരം കൃതികൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി മുതിർന്ന ഏറ്റവും വലിയ അധ്യാപകനാണ് സഖാവ് സാംബശിവൻ. മലയാറ്റൂരിന്റെ യന്ത്രം പറഞ്ഞു. നമ്മുടെ പാർട്ടി സമ്മേളന വേദികളിലെല്ലാം അത് കുറെയെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. മനഃശാസ്ത്രപരമായി നോവല് എഴുതുകയും അതിലൂടെ 2 ബൃഹത്തായ നോവലുകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ആളാണ് ദയസ്തോവിസ്കി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ 2 നോവലാണ് കരമസോ സഹോദരന്മാരും കുറ്റവും ശിക്ഷയും. ഓരോന്നും 2000 പേജ് വരും. ആ 2000 പേജുള്ള കരമസോ ബ്രദേഴ്സും സഹോദരന്മാരും കുറ്റവും ശിക്ഷ എന്ന് പറയുന്ന നോവൽ സാംബശിവൻ 2ഉം പറഞ്ഞിരുന്നു. അതുപോലെ പറഞ്ഞ പ്രസിദ്ധമായൊരു നോവലാണ് ഡോൺ ശാന്തമായി ഒഴുകുന്നു, ക്വൈറ്റ് ഫ്ലോസ് ദി ഡോൺ, ഷോളഖോവിന്റെ റഷ്യൻ നോവലാണ്. അത് നന്നായി സാംബശിവൻ പറഞ്ഞില്ലേ. ദേശസ്നേഹി ചൈനീസ് നോവലാണ്, അതിനെപ്പറ്റി പറഞ്ഞു. വ്യാസനും മാർസും പറഞ്ഞു. ഞാൻ ഓരോന്നായി പറയുന്നില്ല, അത് നിങ്ങൾ സാംബശിവന്റെ കഥ കേട്ടാൽ മതി. സിദ്ധാർത്ഥ എന്ന് പറയുന്ന കഥ പറഞ്ഞു, പതിവ്രതയുടെ കാമുകൻ എന്ന കഥ പറഞ്ഞു. അവസാനം 1995 സാംബശിവൻ പറഞ്ഞ കഥ 7 നിമിഷങ്ങൾ എന്നാണ്. ആ 7 നിമിഷങ്ങൾ എന്ന് പറയുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാർച്ച് മാസം 7-ാം തീയതി 95 7 നിമിഷങ്ങൾ പറഞ്ഞു തുടങ്ങി. 95 ഒക്ടോബർ നവംബർ മാസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു. നവംബർ മാസം
88 അധികാരത്തിൽ വന്ന ലോക്കൽ ബോഡികൾ 95 വരെ പോയി. 7.5 വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ ജനപ്രതിനിധികൾ വരുന്നു. അവർക്ക് സ്വീകരണം കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ നാട്ടിൽ യോഗം വയ്ക്കുമ്പോൾ അതിൽ ഒരു ഇനം എന്ന് പറഞ്ഞാൽ സാംബശിവന്റെ കഥയാണ്. രാമപുരം എന്ന് പറയുന്ന ദേവീക്ഷേത്രത്തിൽ സാംബശിവൻ എല്ലാ വർഷവും കഥ പറയാൻ വരുമായിരുന്നു. അതിൻ്റെ ഇപ്പുറത്താണ് അരങ്കമുകൾ എന്ന് പറയുന്ന പ്രദേശം, അതിയന്നൂർ പഞ്ചായത്തിൽ. സാംബശിവൻ കഥ പറയാൻ വന്നു. നോട്ടീസിൽ ചോദിക്കാതെ തന്നെ അവിടുത്തെ സംഘാടകര് കഥ വിലയ്ക്ക് വാങ്ങാം എന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ചൊരു 10-10:30 ആവുമ്പോൾ സാംബശിവൻ വരുന്നു. ഞങ്ങളിങ്ങനെ വണ്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ, അതേ വന്നാൽ പ്രസംഗം നിർത്താലോ. അപ്പുറത്ത് നമ്മുടെ ഒരു സഹാന്റെ വീട്ടിലാണ് നേരെ പോയത്. ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്, അദ്ദേഹം പോയ വീടും ആ പരിസരമില്ല ഇങ്ങനെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോ ആ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ഒച്ചയെടുത്ത ശബ്ദങ്ങൾ കേൾക്കുകയാണ്, സംസാരം. എന്താന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഉത്സവവേദിയല്ലേ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടാവും എന്നാണ് കരുതിയത്. എന്തായാലും ഞാൻ പിന്നെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് ചുരുക്കുന്നു. നേരെ സാംബശിവൻ സാറിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോ കാര്യങ്ങൾ ചോദിച്ചു, എങ്ങനെയാന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ വിഷയം. അപ്പൊ സംസാരം നടന്നത് അവിടെയാണ്. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ സാംബശിവൻ മാറ്റി നിർത്തി എന്നോട് പറഞ്ഞു, സഖാവേ, അവര് വിലയ്ക്ക് വാങ്ങാമെന്ന കഥ പറയുമെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്കെന്ന് അത് പറയാൻ കഴിയില്ല. ഞാൻ തീരെ വയ്യായിയാണ്, അവശതയാണ്. അതുകൊണ്ട് 7 നിമിഷങ്ങൾ പുതിയ കഥ തന്നെ പറയാം. അപ്പം നിന്ന സഹാക്കളെയൊക്കെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത്തിരി വയ്യായികയുണ്ട്, നിർബന്ധിക്കരുത്. ആ 7 നിമിഷങ്ങളാവുമ്പോൾ മറ്റേത് സാംബശിവൻ പറഞ്ഞത് എങ്ങനെയാണ്, വിലയ്ക്ക് വാങ്ങാൻ പറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആടുകയും പാടുകയും വേണം. അതിനുള്ള ആരോഗ്യം എനിക്കിന്നില്ല. അതുകൊണ്ട് അത് മാറ്റി പറയാൻ വേണ്ടി അവരെ വിട്ട് സമ്മതിപ്പിക്കണം. പാർട്ടി നേതാവെന്ന നിലയിൽ പറയല്ലേ, നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു. അങ്ങനെ 7 നിമിഷങ്ങൾ പറയുന്നു. അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ കഥയായിരുന്നു. 1996 മാർച്ച് മാസം 7-ാം തീയതി അവസാനമായി സാംബശിവൻ കഥ പറഞ്ഞത് പാങ്കുളം മാടൻ നടയിലാണ്. അതൊക്കെ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സാംബശിവന് അസുഖം മൂർച്ഛിക്കുന്നു. ഏപ്രിൽ മാസം അതിൻ്റെ ഇടയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടം അതൊന്നും ഞാൻ പറയുന്നില്ല. ഏപ്രിൽ മാസം 23-ാം തീയതി അദ്ദേഹത്തിന്റെ കഥ പറച്ചിൽ എന്ന് പറയുന്ന ജോലി അവസാനിപ്പിച്ച് വിടവാങ്ങുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും എത്രമാത്രം സ്നേഹിക്കുകയും അവരുടെ ആശയങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1000-2000 പേജ് വരുന്ന തടിയൻ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിന് പകരം കഥകൾക്കിടയിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വിമർശനങ്ങളിലൂടെ, ആശയപ്രകടനത്തിലൂടെ കേരളത്തിലെ സാധാരണക്കാരനെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി 1949 മുതൽ 96 വരെ 52ഓളം വരുന്ന കഥകളിലൂടെ പ്രയത്നിച്ച, ഒരുപക്ഷെ ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം ആളുകളെ അഭിസംബോധന ചെയ്തിട്ടുള്ള രാഷ്ട്രീയക്കാരനായാലും കലാകാരനായാലും അത് സാംബശിവനല്ലാതെ മറ്റാരുമല്ല. അങ്ങനെയുള്ള ആ അതുല്യനായ ആ കഥാകാരന്റെ ജീവിതം പുതിയ തലമുറ ഇനിയും പഠിക്കണം, പുതിയ തലമുറയെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഈ കലാരൂപം അന്യം നിന്നുകൂടാ. ഇലക്ട്രോണിക് സംവിധാനമെല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണർന്നു നിൽക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ എടുക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും. ഈ ജൂലൈ മാസം 4 സാംബശിവൻ ഓർമ്മ ദിനമായി ലൈബ്രറി കൗൺസിൽ നടത്തി. കഴിഞ്ഞ വർഷം 2 വർഷത്തിനു മുമ്പ് ഞാൻ എന്റെ ലൈബ്രറിയിൽ ചെയ്തത് ചില വീഡിയോ കഥയുണ്ട് യൂട്യൂബില്. 20-ാം നൂറ്റാണ്ടിന്റെ വീഡിയോ കിടക്കുകയാണ്. 7 നിമിഷങ്ങളുടെ വീഡിയോ കിടക്കുകയാണ്. വേറൊന്നും വേണ്ടത്ര വീഡിയോ അങ്ങനെ കാണുന്നില്ല. വലിയ സ്ക്രീനെല്ലാം കെട്ടി സാംബശിവൻ കഥ പറയുന്നത് പുതിയ തലമുറയ്ക്ക് 20-ാം നൂറ്റാണ്ട് ഇട്ട് കാണിച്ചു കൊടുത്തു. എന്ത് താല്പര്യമായിരുന്നു. പഴയ തലമുറയിൽ ആളുകൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. പുതിയ തലമുറ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുണ്ടോ ഒരു കല?
അങ്ങനെ പുതിയ തലമുറയെ ഇത് പഠിപ്പിക്കണം, കേൾപ്പിക്കണം, ആസ്വദിക്കാൻ കഴിയണം എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന പഴതലമുറയിലെ ശേഷിപ്പുകാർ വിചാരിച്ചാൽ മാത്രമേ ഇത്തരം കലയെയും കലാകാരന്മാരെയും നമുക്ക് ജനസമൂഹത്തിൽ നിർത്താനാവൂ. അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിന് ഇത്തരത്തിലുള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ കുറച്ചെങ്കിലും ഉതകുന്നതാകുന്നെങ്കിൽ അതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചെറു ഭാഷണം അവസാനിപ്പിക്കുകയാണ്. അഭിവാദനങ്ങൾ.